ഐഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിയാലും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ഐഫോൺ വാങ്ങിയാലും വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സാപ്പിലെ മെസ്സേജുകൾ ഒന്നും നഷ്ടമാവാതെ തന്നെ പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അവർ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് അതൊന്നും വേണ്ട. മൊബൈൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക്, അതിപ്പോൾ ഐഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, പരസ്പരം നമുക്ക് ഇതുപോലെ വാട്സാപ്പും അതിലെ ഫോണിലും മറ്റ് ഡാറ്റകളും ഒക്കെ തന്നെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. രണ്ട് ഫോണിലും മൊബൈൽ ട്രാൻസ്ഫർ എന്ന ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യണം. ശേഷം ആൻഡ്രോയിഡ് ഫോണിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി എൻ്റർ ബട്ടൺ അമർത്തിയിട്ട് പെർമിഷൻ എല്ലാം അലോ ചെയ്യുക. ഫോൺ ടു ഫോൺ, ഐക്ലൗഡ് ടു ആൻഡ്രോയിഡ്, ഫയൽ ട്രാൻസ്ഫർ തുടങ്ങിയ സൗകര്യങ്ങൾ ഇതിലുണ്ട്. സെൻറ്ററിലുള്ള വാട്സാപ്പ് ട്രാൻസ്ഫർ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഏത് ഫോണിൽ നിന്നും ഏത് ഫോണിലേക്ക് എന്നത് സെലക്ട് ചെയ്യുക. ഞാൻ ഐഫോൺ ടു ആൻഡ്രോയിഡ് എന്നത് ഇവിടെ സെലക്ട് ചെയ്തു. അടുത്തായിട്ട് ബേസിക് ഡാറ്റ എന്നത് സെലക്ട് ചെയ്യുക. ഇനി വൈഫൈ പെർമിഷനും ലൊക്കേഷൻ സർവീസസും നിയർ ബൈ ഡിവൈസസും അലോ ചെയ്യണം. അപ്പോൾ ഒരു ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യാനുള്ള QR കോഡ് കാണിക്കും. അത് ഉപയോഗിച്ച് ആ ഒരു വൈഫൈ ഐഫോണിൽ കണക്ട് ചെയ്യണം. അത് കണക്റ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെ ഡാറ്റ ട്രാൻസ്ഫറിങ് ആരംഭിക്കും. ശേഷം ഇതുപോലെ എത്ര ഫോട്ടോ എത്ര വീഡിയോ ഒക്കെ ഉണ്ടെന്ന് കാണിക്കും. നെക്സ്റ്റ് അമർത്തിയ ശേഷം വാട്സാപ്പ് അക്കൗണ്ടിലെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. നെക്സ്റ്റ് അമർത്തുമ്പോൾ വരുന്ന OTP എൻ്റർ ചെയ്ത ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നും വാട്സാപ്പ് നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആ സമയത്ത് ഓപ്പൺ ആക്കേണ്ടത്. ട്രാൻസ്ഫർ 100% കഴിയുമ്പോൾ വാട്സാപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് ബാക്കി സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്താൽ എല്ലാ ഡാറ്റയും പുതിയ ഫോണിലേക്ക് വന്നത് നമുക്കിതുപോലെ കാണാം.